പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പവിത്രതകളേറെ നിറഞ്ഞ വിശുദ്ധമായ റമദാനിന്റെ 4ാമത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ഒരു പക്ഷേ റമദാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച ദിനം ഇന്ന് ആവാം. പലരും ചോദിച്ചു, ഉസ്താദെ എന്നാണ് 2026-ലാണല്ലോ നമ്മളുള്ളത്, ഈ 2026-ലെ ഈ വർഷത്തെ ചെറിയ പെരുന്നാൾ എന്നാണ്? ഈദുൽ ഫിത്തർ ചെറിയ പെരുന്നാൾ എന്നാണ് ഉസ്താദെ? വരുന്ന ആഴ്ച ഏത് ദിവസമാണ്? വ്യാഴാഴ്ചയാണോ, വെള്ളിയാഴ്ചയാണോ, ശനിയാഴ്ചയാണോ? കറക്റ്റ് എന്നായിരിക്കും പെരുന്നാളെന്ന് പലരും ചോദിച്ചു. അതിന്റെ കൃത്യമായ ഉത്തരം ഇന്നത്തെ ക്ലാസ് നമ്മൾ പറയുന്നുണ്ട്, കേട്ടു നോക്കുക. അതോടൊപ്പം തന്നെ പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച ദിവസം ഇന്ന് നമുക്ക് ഒരു ചെറിയ സൂറത്ത് ഓതിയാൽ വിശുദ്ധ ഖുർആനിലെ 6666 ആയത്തുകളിൽ നിന്നും 1000 ആയത്ത് ഓതിയ പ്രതിഫലം നിമിഷ നേരങ്ങൾ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ആ ഒരു കുഞ്ഞു സൂറത്ത് ഓതിയാൽ മതി. ഏതാണ് ആ സൂറത്ത്? ഇൻഷാ അല്ലാഹ് ഈ വിശുദ്ധ റമദാനിന്റെ പുണ്യമായ ഒരു വെള്ളിയാഴ്ച, അതായത് 4ാമത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇന്ന് വിശുദ്ധമായ റമദാനിന്റെ 23ാമത്തെ ദിവസമാണ്. ഇന്ന് 4ാമത്തെ വെള്ളിയാഴ്ച ദിനമാണ്. ഇനി വരുന്ന വ്യാഴാഴ്ച, ഈ അടുത്ത വ്യാഴാഴ്ച വിശുദ്ധമായ റമദാൻ 29. അടുത്ത വ്യാഴാഴ്ച മഗ്രിബോടുകൂടി നിലാവ് കണ്ടാൽ, പിറ കണ്ടാൽ വെള്ളിയാഴ്ച ശവ്വാൽ 1, അതായത് ചെറിയ പെരുന്നാളാണ്. അടുത്ത വ്യാഴാഴ്ച മഗ്രിബോടുകൂടി നിലാവ് കണ്ടില്ല എങ്കിൽ, പിറ കണ്ടില്ല എങ്കിൽ അടുത്ത വെള്ളിയാഴ്ച വിശുദ്ധമായ റമദാൻ 30 പൂർത്തിയാക്കും. എന്നിട്ട് ശനിയാഴ്ച പെരുന്നാളായിരിക്കും. അപ്പൊ അടുത്ത വ്യാഴാഴ്ച മഗ്രിബോടുകൂടി നമുക്ക് അറിയാൻ പറ്റും എന്നാണ് പെരുന്നാൾ വെള്ളിയാഴ്ചയാണോ ശനിയാഴ്ചയാണോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകമോചനം കിട്ടുന്ന, സ്വർഗപ്രവേശനം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ഈ റമദാനിന്റെ 3ാമത്തെ പത്തിൽ പറയുന്ന ആ ദിക്റുകൾ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചൊന്ന് പറഞ്ഞാലോ? എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. الحمد لله. ഈ ദുആ നമ്മൾ മറന്നു പോകരുത് കേട്ടോ. റമദാനിന്റെ ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും എപ്പോഴും നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലാഹു തആല നമ്മുടെ ദുആയും ദിക്റൊക്കെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധമായ റമദാനിൽ അൽഹംദുലില്ലാഹ് ഇപ്പൊ നമ്മളൊക്കെ ഖത്തം 25 ജുസായി കാണും പലരും, അല്ലെങ്കിൽ 30 ജുസ് തീർന്നു കാണും. 2ാമത്തെ ഖത്തം ഇപ്പൊ പകുതിയായി കാണും. എങ്ങനെയും ആവട്ടെ, വിശുദ്ധമായ ഖുർആനിലെ ചില സൂറത്തുകൾക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് സൂറത്ത് യാസീൻ. നല്ല നിയ്യത്തോടുകൂടി സൂറത്ത് യാസീൻ ഒരു മനുഷ്യൻ ഓതി കഴിഞ്ഞാൽ അവർക്ക് അല്ലാഹു തആല 10 ഖത്തം തീർത്ത പ്രതിഫലം കൊടുക്കുമെന്നാണ്. 10 പ്രാവശ്യം ഖുർആൻ മുഴുവനും ഓതിയതിന് തുല്യമായ പ്രതിഫലം അല്ലാഹു കൊടുക്കും. ഇനി ഒരു മനുഷ്യൻ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് 3 പ്രാവശ്യം ഓതിയാൽ ഒരു ഖത്തം ഓതിയ പ്രതിഫലം അല്ലാഹു കൊടുക്കുമെന്നാണ്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത്, അത് 4 വട്ടം ഓതിയാൽ അല്ലാഹു തആല ഒരു ഖത്തം ഓതിയ പ്രതിഫലം കൊടുക്കുമെന്നാണ്. റുബുഉൽ ഖുർആൻ എന്നാണ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്തിന് പറയപ്പെടുന്നത്. അതുപോലെ സൂറത്തുൽ ഖദർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ആ സൂറത്ത് 4 വട്ടം ഓതിയാൽ അത് റുബുഉൽ ഖുർആൻ ആണ്. 4 വട്ടം ഓതിയാൽ ഒരു ഖത്തം ഓതിയ പ്രതിഫലം അല്ലാഹു തആല കൊടുക്കുമെന്ന് നമുക്ക് ഹദീസിൽ കാണാം. അതുപോലെ തന്നെ വിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിന്റെ പേര് സൂറത്തു തകാസുർ എന്നാണ്. ഈ തകാസുർ സൂറത്ത് ഓതിയാൽ അല്ലാഹു തആല ഖുർആനിൽ നിന്നും 1000 ആയത്ത് അവൻ പാരായണം ചെയ്തതിന് തുല്യമായ പ്രതിഫലം കൊടുക്കുമെന്നാണ്. വളരെ സിമ്പിളായ ഒരു സൂറത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. 7-8 ആയത്തേ ഉള്ളൂ. പക്ഷേ ഇത് ഓതിക്കഴിഞ്ഞാൽ ഖുർആനിലെ 1000 ആയത്ത് ഓതിയതിന് തുല്യമായ പ്രതിഫലം കിട്ടുമെന്നാണ്. അൽഹംദുലില്ലാഹ്, ഈ ഓഫർ ആരും മിസ്സാക്കരുതേ. ഇന്ന് തന്നെ സൂറത്ത് തക്കാസുർ നമ്മൾ ഓതാൻ വിട്ടുപോകണ്ട. അല്ലാഹു തആല ഈ സൂറത്തുകൾ, ഇതുപോലുള്ള സൂറത്തുകൾ, ആയത്തുകളൊക്കെ ഓതിയാൽ എന്തെല്ലാം പ്രതിഫലം കിട്ടുമോ അത് മുഴുവനും കരസ്ഥമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റമദാനിന്റെ 4-ാമത്തെ, ഒരുപക്ഷെ അവസാനത്തെ ആവാം സാധ്യതയുണ്ട്, അല്ലെങ്കിൽ 4-ാമത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ഇന്ന് മരണപ്പെട്ടവർക്ക് സിയാറത്ത് ചെയ്യാൻ പറയണം. നമ്മൾ ഉമ്മമാര് വീട്ടിലിരുന്നിട്ട് യാസീൻ ഓതിയിട്ട് വാപ്പ മരിച്ചുപോയി, ഉമ്മ മരിച്ചുപോയി, ഭർത്താവ്, മക്കള് ആരൊക്കെ ഉണ്ടോ അവർക്ക് വേണ്ടി ഹദിയ ചെയ്യണം. അള്ളാഹു, ഞാൻ ഓതിയ സൂറത്ത് യാസീന്റെ പ്രതിഫലം അവർക്ക് നീ എത്തിച്ചു കൊടുക്കണം, നമ്മൾ ദുആരക്കണം. അതുപോലെ തന്നെ സൂറത്തുൽ കഹഫ് ഓതുക, സ്വലാത്തുകൾ ധാരാളമായി അധികരിപ്പിക്കുക. പടച്ചവനെ, ഇത് അവസാനത്തെ റമദാൻ ആക്കല്ലേ അല്ലാ, അടുത്ത റമദാനും ഇതുപോലുള്ള ഇനി ഒരുപാട് റമദാനുകൾ സ്വീകരിക്കാനുള്ള തൗഫീഖ് തരണേ എന്നൊക്കെ നമ്മൾ ദുആ ചെയ്യാൻ മറന്നു പോകണ്ട. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ലൈലത്തുൽ ഖദറിന്റെ പുണ്യം കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.